ഹായ് ഹലോ. നാളെ അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുട്ടികളുടെയൊക്കെ പോലെ തന്നെ ടീച്ചേഴ്സും ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ എഴുതാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ പോർഷൻസ് കംപ്ലീറ്റ് ആയതാണ്. പിന്നെ അവരുടെ കുറച്ച് ഇൻറ്റേർണൽ മാർക്സും കാര്യങ്ങളൊക്കെ കൂടെ എഴുതാനുള്ളതുകൊണ്ട് വെക്കേഷൻ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പൊതിയുന്ന പണി ഞാൻ ഗിരിയേട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബി.എഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് പൊതിഞ്ഞ് തന്നിരുന്നത് ഗിരിയേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ മൂപ്പരെ തന്നെ ഞാനത് ഏൽപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ ബാഗ് പാക്ക് ചെയ്യേണ്ട ടൈമാണ്. ബാഗൊക്കെ നല്ല നീറ്റായിട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ തട്ടിക്കുട്ടി വീണ്ടും എടുത്തിരിക്കുകയാണ്. ദെൻ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല വെക്കാനായിട്ട്. എന്നാലും റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ബുക്സും പിന്നെ അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഇൻറ്റേർണൽ മാർക്സിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എടുത്തു വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഒന്നും രണ്ടും കവേഴ്സിലൊക്കെ ആയിട്ടാണ് ഞാനത് പൊതിഞ്ഞ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അത് ഒന്നും കൂടെ കവറൊക്കെ ചെയ്തിട്ട് ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടൊക്കെ ഞങ്ങൾ എഴുതിയെടുക്കുന്നതാണ്. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ റെയിൻ കോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ ഗിരിയേട്ടൻ്റെ കൂടെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടെയുള്ള ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ വണ്ടിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ റെയിൻ കോട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് കുടയും. ഇനിയിപ്പോൾ നാളെ മുതൽ എന്തായാലും രാവിലെയും വൈകുന്നേരമൊക്കെ മഴ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. അതുകൊണ്ട് കുടയും ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നുള്ളത് പൗച്ചാണ്. പൗച്ചിൽ ഞാൻ സാധാരണ പെട്ടെന്ന് യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് വെക്കാറുള്ളത്. അതായത് എറേസർ, പിന്നെ ഷാർപ്നർ, പിന്നെ അതുപോലെ പല കളറിലുള്ള പേനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അതിലാണ് വെക്കാറുള്ളത്. പിന്നെ ID കാർഡാണ്. ID കാർഡ് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ID കാർഡ് എപ്പോഴും സൂക്ഷിച്ച് വെക്കാറുണ്ട്. ബാഗിൽ നിന്ന് ഞാൻ എപ്പോഴും ആവശ്യമുള്ള സമയത്ത് എടുക്കുക. പിന്നെ ബാഗിൽ തന്നെ സൂക്ഷിക്കുന്നൊരു കാര്യമാണ്. വേറെ എവിടെയും ഞാനത് വെക്കാറില്ല. കോളേജിലാണെങ്കിലും വെക്കാറില്ല. എപ്പോഴും എൻ്റെ ബാഗിൽ തന്നെ മിക്കവാറും ID കാർഡ് ഉണ്ടാവാറുണ്ട്. പിന്നെ പേഴ്സ് എടുത്തു വെച്ചു. പിന്നെ എല്ലാ ടീച്ചേഴ്സിനും ആവശ്യമുള്ള റെഡ് ഇങ്കും അതുപോലെ തന്നെ ഞാൻ ബ്ലൂ ഇങ്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന ഭാഗത്ത് തന്നെ എടുത്തു വെക്കാറുണ്ട്. അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഒരു കർച്ചീഫ് ഞാൻ എപ്പോഴും ബാഗിൽ കരുതാറുണ്ട്. അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗ് പാക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ റെഡിയാക്കി നാളെ ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ അതും കൂടെ വെക്കാനുള്ളൂ. ഫുഡ് പിന്നെ അതുപോലെ വെള്ളം കൂടെ വെക്കാനേ ഉള്ളൂ. ഇനി നാളത്തേക്കുള്ള ഡ്രസ്സ് അത് എല്ലാ ദിവസവും ഞാൻ തലേ ദിവസം തന്നെ കിടക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പാക്കിങ് കഴിഞ്ഞു. ബൈ ബൈ.